സേഫ് ആയിട്ടുള്ള ഒരു രീതി അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾക്ക് നല്ലത്. ഹനുമാൻ്റെ കടുത്ത ആരാധനകളുണ്ട്. തന്ത്രത്തിൽ ഹനുമാൻ്റെ തന്നെ പദ്ധതികളുണ്ട്, തന്ത്രപദ്ധതികളുണ്ട്. അതൊന്നും നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. വീരോപാസനയാണ് ഹനുമാൻ വരുന്നത്. ഹനുമാൻ 11 രുദ്രന്മാരാണുള്ളത്, ഏകാദശ രുദ്രന്മാർ. ഹനുമാൻ 12ാമത്തെ രുദ്രനാണെന്ന് നമ്മൾ മറന്നു പോകരുത്. കാലാഗ്നി രുദ്രൻ എന്നാണ് ഹനുമാനെ പറയുന്നത്. ആ ഡയറ്റിയുടെ വർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഉപാസന എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് പറ്റുന്നതല്ല. അത് താങ്ങാനുള്ള ശേഷി സാധാരണക്കാരനുണ്ടാവില്ല. അത് പ്രത്യേകം തന്ത്രപദ്ധതികളാണ്. അതുകൊണ്ട് ഹനുമാൻ്റെ ചില തന്ത്രത്തിൽ വരുന്ന ചില ഗൂഢപദ്ധതികൾ അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ ഏതെങ്കിലും ഒരു താന്ത്രിക പദ്ധതിയുടെ ഭാഗമാകാതെ നമ്മൾ ജപിക്കരുത്. കാര്യം ആ എനർജീനെ താങ്ങാൻ ആർക്കും പറ്റില്ല, അതിനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല. ഹനുമാൻ എന്ന് പറയുന്നത് കാലഭൈരവനെ പോലെ വളരെ ശക്തിയുള്ള ഒരു ഡയറ്റിയാണ്. ദേവിയുടെ, ദുർഗാദേവിക്ക് ക്ലിയറൻസ് ചെയ്യുന്നത്, അതായത് ആ ദേവിയുടെ മാർഗ്ഗങ്ങൾ ശുദ്ധീകരിക്കുന്നത് ഈ പറഞ്ഞ കാലഭൈരവനും ഈ പറഞ്ഞ ഹനുമാനുമാണ്, വീരഹനുമാനുമാണ്. അപ്പോൾ അത്രയും പവർഫുള്ളായ ഡയറ്റീനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആ കൃത്യമായ ആ ഒരു പദ്ധതിയുടെ ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. ചിലരൊക്കെ പറയുന്നത് കൽക്കി വരുമ്പോൾ കൽക്കിയോടൊപ്പം